2 പെൺകുട്ടികളുടെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. ഇപ്പൊ എടുക്കണ്ട അച്ഛാ. ഇയാളിപ്പോ ഇവിടെ വെച്ച് കല്യാണമൊന്നും കഴിക്കണ്ട, ഫോട്ടോ കണ്ടാ മതി. ഹരി ഉടനെ നാട്ടിലേക്ക് വരികയല്ലേ പ്രഭാര? അപ്പൊ നേരിട്ട് പോയി പെണ്ണ് കാണാമല്ലോ. ഇപ്പോഴേ എന്തിനാ കൺഫ്യൂഷൻ ആക്കുന്നേ? വേണ്ട, കാണണ്ട. ഫോട്ടോയും കാണണ്ട, പെണ്ണും കാണണ്ട. പെങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. പ്രഭാകരന്റെ ഒരു രീതി ഇങ്ങനെയാ. മോനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാ. അത് ഹരിക്കും അറിയാം. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ. അപ്പോഴത്തേക്കിന് ഞാൻ പോയി ഹരിയുടെ റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അനന്തരവന്റെ താമസമൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിയാവല്ലോ. പടാ, മുകളിലുണ്ടോ? ആ, മുമ്പേ നടക്കടാ, നടക്കങ്ങോട്ട്. സ്ഥലം കൊള്ളാം. ഉള്ള മണ്ണ് തരിശായിട്ടിടാതെ കൃഷി ചെയ്യുന്നുണ്ട് മനുഷ്യൻ. ആഹാ, അതിൻ്റെതായ ഒരു ഐശ്വര്യമുണ്ട്. അച്ഛനും അമ്മാവനും കൂടി ഇപ്പം ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഞങ്ങൾക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. നിന്റെ ചില പെരുമാറ്റങ്ങൾ കാണുമ്പോ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെന്താ അച്ഛനും അമ്മാവൻ അങ്ങനെ പറഞ്ഞത്? പിന്നെ എന്തോ നടക്കൂ ഇത്? പ്രഭാകരൻ ദേഷ്യപ്പെടുന്നതിന് കുറ്റം പറയാൻ ഒക്കുവോ? നിനക്ക് എത്ര വയസ്സായെന്ന് ഓർമ്മയുണ്ടോ? നിന്റെ പ്രായത്തിലുള്ള മിക്കവാറും ചെറുപ്പക്കാരെ കല്യാണം കഴിച്ച കൊച്ചുങ്ങളുമായി. കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഇനി എന്ന് കഴിക്കാനാ? അച്ഛൻ്റെ അമ്മയുടെയും കാലശേഷമായിരിക്കും. അതോ വൃദ്ധവിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? എടാ, പ്രഭാകരന്റെ മുന്നിൽ വെച്ച് ഹരിയെ രക്ഷിക്കാൻ ഓരോന്ന് പറഞ്ഞെന്നുള്ളത് നേരാ. എന്ന് വെച്ച് നിന്റെ ഈ നിലപാടിൽ ശക്തമായ പ്രതിഷേധമുണ്ട്, പറഞ്ഞേക്കാം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് കല്യാണം എന്നാണ് ഞാൻ കരുതുന്നത്. വീട്ടുകാരൻ നിർബന്ധത്തിന് വഴങ്ങി വെറുതെ അതിന് സമ്മതിച്ചാൽ പോരാ. മനസ്സൊന്ന് പാകമാവട്ടെ, എന്നിട്ടാവാം വിവാഹം. ഇക്കണക്കിന് പോയാലേ മനസ്സ് ഭാഗമാകുമ്പോഴത്തേക്കിന് കല്യാണമല്ല, ഷഷ്ടിപൂർത്തി ആഘോഷം നടത്താൻ നിന്റെ ഓരോരോ ന്യായങ്ങള്. അല്ല, ഇവിടുത്തെ പയ്യൻ എവിടാ ജോലി എന്ന് പറഞ്ഞേ? ഒരു കുടുംബം നടത്തുന്ന ബിസിനസ്സുകളുടെ മെയിൻ ഓഫീസില്. ആ കുടുംബത്തിന്റെ പേരാ ഞാൻ ചോദിച്ചേ. കുന്നത്തൂര്. പല ബിസിനസ്സുകളുണ്ട് അവർക്ക്. കുന്നത്തൂര്. ആ പേര് ഞാൻ എവിടെയോ കേട്ട് നല്ല പരിചയം. അതെ, പ്രഭാകരന്റെ അടുക്കേന്ന് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നീ താമസിക്കുന്ന മുറി കാണാനൊന്നുമല്ല, നിന്നോട് പേഴ്സണലായിട്ട് ചിലത് സംസാരിക്കാനാ. നീ വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കുന്ന ശീലം ഇല്ലാത്തവനായിരുന്നില്ലേ? എങ്ങോട്ടെങ്കിലും പോയാ ഉടനെ തിരിച്ച് ചെമ്പരിക്കൽ വരുമായിരുന്നല്ലോ. അങ്ങനെയുള്ളവനാ സ്ഥലം മാറ്റമായി തൃശ്ശൂർ വന്നതിന് ശേഷം ചെമ്പരിക്കൽ വീടിനെ മറന്നതുപോലെ. അങ്ങോട്ട് വരണമെന്നില്ല. വണ്ടിയെന്ന് വീണ് കാലൊടിഞ്ഞിട്ട് അതൊന്ന് വിളിച്ചറിയിച്ചില്ല. അതത്ര സീരിയസ് അല്ലാത്തോണ്ടാ. അതോ ഞങ്ങൾ ആരെങ്കിലും വിവരം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് എന്താ അച്ചു അമ്മാവ? അതല്ലടാ നിന്നോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. തുറന്നു പറ, എന്താ നിന്റെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് കാരണം? എനിക്കൊരു മാറ്റവും ഇല്ല അമ്മാവ. പറയാനുള്ള ഭാവമല്ലെന്ന് ചുരുക്കം. എന്നാ ഞാനൊരു വിവരം അങ്ങോട്ട് ചോദിക്കാം. സുമിത്രയുടെ മകളെ കല്യാണം കഴിച്ചോണ്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് എന്നുള്ള വിവരം ഞാൻ മറന്നിട്ടില്ല. എന്തൊക്കെയോ ബിസിനസ്സുള്ള ഒരു കോവിലകത്തെ വർമ്മയാണ് നന്ദനയുടെ ഭർത്താവെന്നും അറിയാം. ആ കോവിലകത്തിന്റെ പേര് കുന്നത്തൂരാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നീ വ്യക്തമായ മറുപടി പറയില്ലല്ലോ. അതുകൊണ്ട് മറ്റൊരു വിവരം ചോദിക്കാൻ. ഇവിടെ വന്നതിൽ പിന്നെ നീ നന്ദനയെ കണ്ടിട്ടുണ്ടോ? അതോ നിങ്ങൾ തമ്മിൽ സ്ഥിരമായി കാണാറുണ്ടോ? അതിന്റെ ഫലമാണോ നീ മൊത്തത്തിൽ കാണിക്കുന്ന ഉദാസീനത? എനിക്ക് തോന്നിയ ഒരു സംശയം ഞാൻ നിന്നോട് ചോദിച്ചതാ. പ്രഭാകരനോട് സൂചിപ്പിക്കുക പോലും ചെയ്യുന്നില്ല. ഇത്രയും കേട്ടാ അറിയാമല്ലോ എന്തൊക്കെയായിരിക്കും അയാളുടെ പ്രതികരണമെന്ന്. നീ പ്രായപൂർത്തിയായ പുരുഷനാണ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുണ്ട്.
നിന്റേതായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ ഒന്നോർക്കണം, നിന്റെ തീരുമാനം മറ്റുള്ളവരെ തളർത്തുന്നതാകരുത്, പ്രത്യേകിച്ച് അച്ഛനെയും അമ്മയും. നന്ദന കല്യാണം കഴിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പോയി. അതിൻ്റെ ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ. ഒരേ സ്ഥലത്തേക്ക് വന്നുപെട്ട സ്ഥിതിക്ക് ചിലപ്പോൾ തമ്മി കാണാനുള്ള സാധ്യത ഒത്തു വന്നേക്കാം. അതിനപ്പുറമുള്ളൊരു ബന്ധം അത് ശരിയാവില്ല കരി. വെറും സൗഹൃദമാണ്, സ്നേഹമാണെന്നൊക്കെ പറയാം. പക്ഷേ വേണ്ട, അത് വേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. ആരാ? എടുക്കടാ ഹരി. ഹലോ. ആദ്യം വിളിച്ചപ്പോ കട്ടായെന്ന് തോന്നുന്നു. ആ, ഇന്ന് ഓഫീസിലല്ലോ, വീട്ടിൽ കാണില്ലേ? ഒരു വിവരം സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാന്ന് വിചാരിക്കുന്നു. അല്ല അത് പിന്നെ എന്തു പറ്റി? എന്തെങ്കിലും അസൗകര്യം? ഇന്നെനിക്ക് മറ്റൊരു എൻഗേജ്മെന്റ് ഉണ്ട്. പിന്നെ വിളിക്കാം ഞാൻ. ഇപ്പൊ വണ്ടി ഓടിക്കുകയാണേ. ആ, എങ്കിൽ പിന്നെ സംസാരിക്കാം. കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയുന്നത് ഒരു പാപമല്ല, നിർദോഷമായിരിക്കണമെന്നേ ഉള്ളൂ. ഓഫീസിലെ വല്ല സ്നേഹിതന്മാരും ആയിരിക്കും അല്ലേ? ആ അതെ. എനിക്ക് തോന്നി. എന്നാ നമുക്ക് താഴോട്ട് പോവാം. അച്ഛൻ അവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടാവും. പോകാം. മോനെ, സന്ധ്യ കഴിഞ്ഞ് താഴേക്ക് കണ്ടതേയില്ല. എന്തുപറ്റി? കിടന്നുറങ്ങിയോ? ഉറങ്ങിയില്ല, ഞാൻ വെറുതെ. രാത്രിയിൽ എന്താ കഴിക്കുന്നേ? ഞാൻ കഴിച്ചേണ്ടി. എന്തുണ്ടാക്കി? കുറച്ച് കഞ്ഞി വെച്ചു. പിന്നെ മിനിഞ്ഞാന്ന് ആൻറ്റി അന്ന് അച്ചാറുണ്ടായിരുന്നു. അപ്പൊ കഞ്ഞിയും ഉപ്പിലിട്ടതും കഴിച്ചിട്ടിരിക്കുക. എന്തിനാ മോനെ വെറുതെ കള്ളം പറയുന്നേ? മോനൊന്നും വെച്ചുണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ചപ്പാത്തിയും തക്കാളിക്കറിയും കൊണ്ടുവന്ന് ഞാൻ മുറി വെച്ചിട്ടുണ്ട്. വാ, വന്ന് കഴിക്കേ. വാ ഹരി. ഞാൻ എടുത്ത് കഴിച്ചോളാം. അച്ഛനും അമ്മാവനും വന്നതാ ഈ മൂഡ് ഔട്ടിന് കാരണമെന്ന് മനസ്സിലായി. മക്കളോട് സ്നേഹമുള്ള അച്ഛനമ്മമാർക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാവുന്നത്. അത് നാളെ ഒരിക്കൽ ഹരിക്കും മനസ്സിലാവും. അപകടം പറ്റിയ കാര്യം ഞാൻ വീട്ടിൽ അറിയിക്കേണ്ടതായിരുന്നു. തെറ്റുപറ്റിപ്പോയി. സാരമില്ല, ഇനി അങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. അച്ഛൻ വന്നു കണ്ട് എല്ലാം നേരിട്ട് ബോധ്യപ്പെട്ടല്ലോ. ആക്സിഡന്റിന്റെ കാര്യം അച്ഛൻ വീട്ടിൽ പറഞ്ഞു കാണില്ല. അല്ലെങ്കിൽ ഇപ്പോ അമ്മയുടെ കോള് വന്നേനെ. സാവകാശത്തിൽ പറഞ്ഞോളും. ഇനി അതോർത്തിരുന്ന് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് ഇനി 2ാം ശനിയാഴ്ച വരെ കാത്തു നിൽക്കണ്ട. ഈ ഞായറാഴ്ച ഹരി വീട്ടിലൊന്ന് പോയിട്ട് വാ. ശനിയാഴ്ച കുറച്ച് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ മതി. തിങ്കളാഴ്ച രാവിലെ ഓഫീസിലേക്ക് വരികയും ചെയ്യാം. ഒന്ന് കണ്ട് സംസാരിക്കുന്നതോടെ എല്ലാ പ്രയാസവും തീരും. അത് ശരിയാ. നോക്കട്ടെ ഈ ആഴ്ച പോകാൻ പറ്റുമെന്ന്. വീട്ടിൽ ചെന്നിട്ട് ഹരിയുടെ അമ്മയെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കണം. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഹരിയുടെ ഭക്ഷണത്തിന്റെ കാര്യമാണ് കേട്ടോ. കാല് വയ്യാതെ കിടന്നപ്പോ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കുമായിരുന്നു. ഇപ്പൊ ഇതേ പിന്നെയും തന്നെത്താൻ വെച്ച് കഴിക്കുമെന്നുള്ള വാശിയായി. അതെനിക്കൊരു വിഷമാ. ഇവിടെ വെക്കുന്ന ആഹാരം കഴിപ്പിക്കാന്ന് അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. ആമ്പിള്ളേർക്ക് അത്രയ്ക്കങ്ങ് ദുരഭിമാനം പാടില്ലല്ലോ. ദുരഭിമാനമല്ല ആന്റി, ആവശ്യത്തിനുള്ള ഭക്ഷണം എനിക്കുണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്കുള്ളത് ദിവസം ഇവിടെ വെച്ചുണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒരു ഓഹരി ഹരിക്ക് തരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് വേണ്ടെന്ന് പറയുന്നതാ ബുദ്ധിമുട്ട്. ശരി, ആലോചിക്കാം. എന്നവാ ചപ്പാത്തി കഴിക്കാം. കുറച്ച് കഴിയട്ടെ, ഞാൻ കഴിച്ചോളാം. ആന്റി പോയിക്കോളൂ. കഴിക്കണം. അത്താഴപ്പട്ടിന് കിടക്കാനാ ഭാവമെങ്കിലേ എന്റെ സ്വഭാവം മാറും. ആ, ഒരു കാര്യം കേൾക്കണോ? ഹരി വൈകിട്ടത്തേക്ക് ഒന്നും ഉണ്ടാക്കി കാണില്ലെന്നും വിശന്നിരിക്കുകയാണെന്നും പറഞ്ഞത് ആരാണെന്നറിയോ? ശ്രുതി. എന്നെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിപ്പിച്ച് ഇങ്ങോട്ട് തന്നയച്ചിട്ടേ അവൾ അടങ്ങിയുള്ളൂ. ചില സമയത്ത് പെണ്ണിന് വകതിരിവുണ്ട്. ശരി, ഞാൻ താഴോട്ട് ചെല്ലട്ടെ.
ഹലോ മാഷേ. യെസ്. നേരത്തെ ഉണർന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെ നിൽക്കുന്നത്? അതോ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുടി ചെയ്യുകയാണെന്ന് തോന്നുന്നുണ്ടോ? രാവിലെ പുതിയ വല്ല തമാശ ഉണ്ടെങ്കിൽ പറ. എന്റെ പുതിയ തമാശയാക്കാൻ സ്റ്റെപ്പ് ഏറി വന്നതാണോ ശ്രുതി? ഞാൻ ഈ ചായ തരാൻ വന്നതാ. രാവിലത്തേക്കുള്ള കാപ്പി താഴെ ഉണ്ടാക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ മടിയാണെന്ന് തോന്നല്ലോ. കാലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിടന്ന സമയത്ത് ഞങ്ങളുടെ ഭക്ഷണത്തിന് നല്ല രുചിയായിരുന്നു. ശ്രുതി ചായ തരാനാണോ അതോ എന്നെ ശാസിക്കാനാണോ വന്നത്? എങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ഇന്നലെ ആരുടെയോ കല്യാണ നിശ്ചയത്തിന് പോയിട്ട് വിശേഷമൊന്നും പറഞ്ഞില്ല. ആരുടെയോ നിശ്ചയമല്ല, എന്റെ കൂട്ടുകാരി ഭവ്യയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അടുത്ത മാസം 9-ാം തീയതിയെ കല്യാണം. ഭവ്യയുടെ ഏട്ടന്റെ കല്യാണം ഈ അടുത്ത സമയത്തായിരുന്നു. പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? സമാധാനത്തോടെ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, തലയ്ക്ക് സുഖമില്ലാതെ ഓടിച്ചാടി നടപ്പുണ്ട്. ആ ചേട്ടനെ നല്ല വിവരമുള്ള ആളാ. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വിവരം പറയാം. ശ്രുതിക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. ഭവ്യയുടെ ഏട്ടന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. ഒരു ഗൾഫുകാരന്റെ ആലോചന വന്നപ്പോ ആ പെണ്ണ് അയാളെ കെട്ടി സ്ഥലം വിട്ടു. ഭവ്യയുടെ ഏട്ടൻ നിരാശാകാമനായി നടന്നില്ല. ഉടനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു. വാശിക്കാരനാണല്ലോ. ആണുങ്ങളായ കുറച്ച് വാശിയൊക്കെ വേണം. അപ്പൊ പെണ്ണുങ്ങൾക്ക് വാശി വേണ്ടെന്നാണോ? ചായ കുടിച്ചെങ്കിൽ കപ്പിങ്ങിതാ, എനിക്ക് പോണം. ചായ കുടിച്ചു, കപ്പിതാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് വരണം. ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ശ്രുതി, ഒരു മിനിറ്റ്. ഇയാൾക്ക് എന്നെ കുറിച്ച് നല്ല മതിപ്പാണെന്ന് നിങ്ങളുടെ അമ്മ സൂചിപ്പിച്ചു. മതിപ്പോ? എനിക്കോ? മാഷിനെ കുറിച്ചോ? അമ്മയ്ക്ക് വല്ല വിവരമുണ്ടോ? എന്തായാലും ശ്രുതിയോട് പറയാൻ ആന്റി എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മയൊരു മനപ്രയാസത്തില്. സ്വന്തം എന്ന് പറയാൻ നിങ്ങൾ 2 മക്കളല്ലേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ നീണ്ടുപോകുന്നു. ഓക്കെ, തന്റെ കല്യാണം, അത് ആന്റിയുടെ ടെൻഷൻ. ശ്രുതി കല്യാണത്തിന് സമ്മതിക്കണം. ഒരു ജോലിയാണ് ആഗ്രഹമെങ്കിൽ പാരലായിട്ട് അതിന് ശ്രമിക്കാമല്ലോ. എനിവേ, നല്ല പ്രപ്പോസൽ ഏതെങ്കിലും വരുമ്പോൾ എതിര് പറയരുത്. ആന്റിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഒരു റെക്കമെൻഡേഷന്. പിന്നെ എനിക്ക് സ്വന്തം നിലയ്ക്ക് തോന്നിയൊരു സംശയമുണ്ട്. സതിയാന്റി പറഞ്ഞല്ലേ, ശ്രുതി ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. പറ്റിയ കക്ഷിയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അമ്മയ്ക്ക് വേണ്ടി ഇപ്പൊ ശുപാർശ ചെയ്യുന്ന പോലെ മോക്ക് വേണ്ടി അങ്ങോട്ട് ശുപാർശ ചെയ്യാം. എന്താ, ആരെങ്കിലും ഉണ്ടോ? എന്റെ മനസ്സില് അങ്ങനെ ഒരു സ്ഥാനം പിടിച്ചിട്ടൊന്നുമില്ല. മടി വിചാരിക്കണ്ട. എന്നോട് പറഞ്ഞ അതെന്നും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അങ്ങനെ ആരും ഇല്ല മാഷേ. അഥവാ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കോ, അതോ സമയമാകുമ്പോ കാലം മാറോ? ഏത് വാക്ക്? അമ്മയോട് റെക്കമെൻഡേഷൻ നടത്തി കല്യാണം നടത്തി തരുമെന്ന വാക്ക്. അപ്പോ അങ്ങനെ ഒരാളുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. ആന്റിയോട് ഞാൻ സംസാരിക്കാം. ഇപ്പോ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ പല ഘടകങ്ങളുണ്ടല്ലോ. പ്രായം, ജോലി, കാസ്റ്റ് ഒക്കെ നോക്കണ്ടേ? മനസ്സിലുള്ള പാർട്ടി എങ്ങനെ ഈ പറഞ്ഞൊക്കെ ഒത്തുവരുമോ? എന്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല. ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയാം. അന്നേരം കാലം മാറാതിരുന്നാ മതി. എന്താ, സമ്മതിച്ചോ? താങ്ക് യു. ചെറിയ സ്പാനർ ഉണ്ടോ സാറേ? ഇല്ലല്ലോ. ടൂൾ ബാഗിൽ കാണുന്നില്ല, അതാ.
കണ്ടത് നന്നായി. നിങ്ങളൊന്ന് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. പോകാൻ തിരക്കുണ്ടോ? ഓഫീസിലെത്താൻ ലേറ്റ് ആയാൽ ലീവ് എഴുതി കൊടുക്കേണ്ടി വരും. അത് സാരമില്ല. മറ്റു പല യാത്രകൾക്കും പല ആവശ്യങ്ങൾക്കും സമയം സ്പെൻഡ് ചെയ്യാറുള്ളതല്ലേ. കുറച്ച് സമയം ഇവിടെ ചെലവാക്കാം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ നിൽക്കില്ലായിരുന്നല്ലോ. KSEB-യിലാണല്ലേ ജോലി? അതെ. എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. വരുമാനം പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും തൊഴിൽ? ഐ മീൻ മറ്റുള്ളവരെ സഹായിക്കാനായി പബ്ലിക് സർവീസ് പോലെ വല്ലതും? വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്നെ കാണാൻ പലരും വന്നെന്നിരിക്കും. അതിൽ പുരുഷന്മാരുണ്ടാവാം, സ്ത്രീകളുണ്ടാവാം, കുട്ടികളുണ്ടാവാം. അതെന്നെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എന്നെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ്. പുറത്തുനിന്ന് ആരും ഇടപെടേണ്ട ആവശ്യമില്ല. എന്നെ കാണാൻ വരുന്നവരുടെ റൂട്ടും ബാക്ക്ഗ്രൗണ്ടും തെരഞ്ഞുപിടിക്കേണ്ട കാര്യം മിസ്റ്റർ ഹരിപ്രസാദിനില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായി. ഗായത്രി താങ്കളെ കോണ്ടാക്ട് ചെയ്തൊന്ന് പിടികിട്ടി. എന്താ പാടില്ലെന്നുണ്ടോ? എന്നെ ആരൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിശ്ചയിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. അതെന്റെ സ്വകാര്യ വിഷയമാണ്. മനസ്സിലായി സർ. പിന്നെ എന്തിന് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നു? ഹരിപ്രസാദിന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ ആയിക്കോ. അത് നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ. പക്ഷെ ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. എന്താ താങ്കൾക്ക് ഇത്രമാത്രം പ്രകോപനം ഉണ്ടാവാൻ കാരണം എന്താന്ന് ആലോചിച്ചു പോയതാ. ഉദയവർമ്മ എന്ന വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതിന് മാച്ച് ആവുന്ന ഒരു ശരീരഭാഷയും സംസാര രീതിയുമല്ല ഞാനിപ്പോ കണ്ടത്. എനിക്ക് മാർക്കിടേണ്ടതാണ്. എന്തിനാ ഇത്രയും പ്രൊവോക്കേഷൻ? ഗായത്രിയെ ഞാൻ പോയി കണ്ടിരുന്നു. ആർക്ക് വേണ്ടി കണ്ടു? നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കാനാണെന്ന് പറഞ്ഞത് കളവാണെന്ന് വ്യക്തം. അറിയേണ്ടത് ആ പെൺകുട്ടിയെ കുറിച്ചാണ്, അതിന്റെ ഡീറ്റെയിൽസ്. അതാരുടെ ആവശ്യം? നന്ദന ഒരിക്കൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ നന്ദനെ സ്നേഹിച്ചിരുന്നോ? അതൊന്നും എന്നെ അധികം അലട്ടുന്ന വിഷയങ്ങളല്ല. ആ ബന്ധത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ ഇവിടെയും കാണുന്നുണ്ടായിരിക്കാം. അതോർത്ത് ഉറക്കം നഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് അക്കാര്യത്തിൽ സഹതാപമേ ഉള്ളൂ. പരമപവിത്രമായൊരു ബന്ധത്തിന്റെ പ്രതിനിധികളാണല്ലോ രണ്ടുപേരും. വാക്കുകളിലെ പരിഹാസം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതിന് പിന്നിലെ മാനസികാവസ്ഥയും ഞാൻ ഊഹിക്കുന്നു. യെസ്, നന്ദനയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഗായത്രിയെ കണ്ടത്. അതൊരു ഭാര്യയുടെ നിവൃത്തികേടാണെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. ഗായത്രിയെ നിങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് നന്ദന വിശ്വസിക്കുന്നില്ല. അഥവാ അങ്ങനെയാണെങ്കിലും അയാളത് കേട്ട് തകർന്നു പോകുമൊന്നുമില്ല. പക്ഷെ ആ പെൺകുട്ടിയെ പറ്റി അറിയാൻ നന്ദനയ്ക്ക് ആകാംക്ഷയുണ്ട്, അവകാശമുണ്ട്. ആ അവകാശം സംരക്ഷിക്കപ്പെടാൻ ഉത്തരവാദിത്തപ്പെട്ട ആള് താനാണ്. ഞാൻ പിക്ചറിൽ വന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം? അതോ നന്ദന സത്യം അറിയാൻ ശ്രമിക്കുന്നതോ? ഇതിന് ഞാൻ മറുപടി പറയേണ്ടത് നന്ദനയോടാ, അതായത് എന്റെ ഭാര്യയോടും. ഭാര്യ എന്ന വാക്ക് ഇപ്പൊ നിങ്ങൾ സ്ട്രെസ് ചെയ്താ പറഞ്ഞത്. ആ വാക്കിനും പദവിക്കും കൊടുക്കേണ്ടിടത്ത് ഊന്നൽ കൊടുത്തിരുന്നെങ്കിൽ എന്നെ ഈ വഴിയിൽ പിടിച്ചു നിർത്തേണ്ടി വരില്ലായിരുന്നു സാറിന്. ഇടപെടലുകൾക്ക് പരിധി ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താനാ ഇയാളോട് നിൽക്കാൻ പറഞ്ഞു. ആ ഓർമ്മപ്പെടുത്തലിന് ഒരു താക്കീതിന്റെ ടോണുണ്ടായിരുന്നു. പറയുന്നയാളിനേക്കാൾ കേൾക്കുന്നയാളിന് അത് പെട്ടെന്ന് തിരിച്ചറിയാനാവും.
താങ്കൾ ഒന്ന് മനസ്സിലാക്കുക. നന്ദനയ്ക്ക് അയാളുടെ ഭർത്താവിന് വിശ്വാസമാണ്. മനസ്സിന്റെ ഏതൊക്കെയോ കോണുകളിൽ സ്നേഹവുമാണ്. അത് പക്ഷേ പ്രകടിപ്പിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നില്ല. അതിനിടയിലേക്ക് വാടകയ്ക്കെടുത്തൊരു നാടക ഭാര്യ, രംഗം കൊഴിപ്പിക്കാൻ വേണ്ടി ഒരു കുട്ടി. ഇത്തരം ചതുരംഗക്കരുക്കൾ വേണോ? ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പുതിയൊരു സ്പേസ് ഒരുക്കിയെടുക്കാൻ പുറത്തുനിന്ന് മറ്റൊരാൾ കൂടി വേണമെന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കേറിക്കോ. Yeah.